അതായത് നോക്കിയേ നമ്മൾ ഈ കാണുന്ന പോലെ പെർഫോമർ ഓഫ് ദി വീക്ക് ആസ് വെൽ ആസ് പെർഫോമർ ഓഫ് ദ മന്ത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഫ്ലാഷ് കാർഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. എക്സാം വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് നേടാനായിട്ട് കഴിയും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. കോഴ്സ് ഫീസും നിങ്ങൾ മേ ബി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ക്യാഷ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു എച്ച് എസ് അക്കാഡമി. നമ്മുടെ എച്ച് എസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പഠന നിലവാരം ഒരു അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിന്റെ ഒരു ബ്രീഫിംഗ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നോക്കിയേ നമ്മൾ ഈ കാണുന്ന പോലെ പെർഫോമർ ഓഫ് ദി വീക്ക് ആസ് വെൽ ആസ് പെർഫോമർ ഓഫ് ദ മന്ത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ പഠന നിലവാരം ഒന്ന് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പഠനത്തിലെ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രോഗ്രാം നിങ്ങൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് ശരിക്കും പറഞ്ഞാൽ മുടക്കിയ കാശ് അല്ലെങ്കിൽ മേ ബി അതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. അതായത് നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് ക്യാഷ് ബാക്ക് ആക്ച്വലി അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നൽകുകയാണ്. സോ അതിന്റെ ഒരു ബ്രീഫിംഗ് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, പിന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും, വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം റെഗുലർ ആയിട്ട് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യുക. അതായത് നോക്കി, ഒന്ന് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലേ. അപ്പം ആ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അന്നു തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ള്, അതായത് വെറുതെ ആദ്യവും അവസാനവും കണ്ടു തീർക്കുകയല്ല, ഫുള്ള് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർക്കുക, നമ്മൾ പഠിച്ചു തീർക്കുക അല്ലേ. രണ്ടാമത്തേത്, നമുക്ക് ഓരോ വീക്കിലും വീക്ക്ലി ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. അതുകൂടാതെ നോക്കിയേ, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ലൈവ് സെഷൻസ്, നിങ്ങൾക്ക് സൂം ലൈവ് സെഷൻസ് തരുന്നുണ്ട് അല്ലേ. സോ ആ സൂം ലൈവ് സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത് കൂടാതെ നമ്മൾ യൂട്യൂബിൽ സെഷൻസ് ഉണ്ടാവും അല്ലേ. സോ യൂട്യൂബ് സെഷൻസ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അതുകൂടാതെ ഒരു പുതിയൊരു പ്രോഗ്രാം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഡെയിലി ഒരു ഫ്ലാഷ് കാർഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. അതായത് ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് ഫ്ലാഷ് കാർഡ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. മേ ബി അത് ചിലപ്പോൾ ABG ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം, കാർഡിയോളജി സിസ്റ്റം വെച്ചിട്ടായിരിക്കും. നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഫ്ലാഷ് കാർഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. സോ ആ ഫ്ലാഷ് കാർഡ്, അതായത് ഈ ഒരു വീക്കിൽ മൺഡേ ടു സാറ്റർഡേ ഷെയർ ചെയ്ത, അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഷെയർ ചെയ്ത ഫ്ലാഷ് കാർഡിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വിസ് നമ്മൾ സാറ്റർഡേ കണ്ടക്ട് ചെയ്യും. സോ ആ ക്വിസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൽ മാക്സിമം മാർക്കും നിങ്ങൾ നേടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മുടെ ക്രൈറ്റീരിയ ആയിട്ട് വരിക. അതായത് ഡെയിലി ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അന്നു തന്നെ കംപ്ലീറ്റ് ക്ലാസ് കണ്ട് തീർത്തിരിക്കണം. രണ്ടാമത്തേതും വീക്കിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, ഏറ്റവും ടോപ്പ് മാർക്ക് നേടിയിരിക്കണം. പിന്നെ ലൈവ് സെഷൻസ്, സൂമിലെ ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ഫസ്റ്റ് ടു എൻഡ് നിങ്ങൾ കണ്ടിരിക്കണം. അതുകൂടാതെ യൂട്യൂബ് ലൈവ് സെഷൻസിന്റെ അത് ആദ്യം മുതൽ അവസാനം തന്നെ കണ്ടിരിക്കണം. അതുകൂടാതെ എന്താണ്, നമ്മുടെ ക്വിസ് അല്ലെ, നമ്മൾ വീക്കിലി ഫ്ലാഷ് കാർഡ് ബേസ് ചെയ്തിട്ട് നടത്തുന്ന ക്വിസ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലും ടോപ്പ് മാർക്ക് നേടിയിരിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ വീക്കില് നിങ്ങൾ വീക്ക്ലി പെർഫോമർ ആയിട്ട് മാറും കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ആരാണോ അവർ വീക്ക്ലി പെർഫോമർ ആയിട്ട് മാറും. രണ്ടാമത്തെ നോക്കിയാൽ പെർഫോമർ ഓഫ് ദ മന്ത് ആണ്. അതായത് ഒരു മാസം അല്ലെ കൺസിസ്റ്റന്റ് ആയിട്ട് 4 ആഴ്ചകളിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും, പെർഫോമർ ഓഫ് ദ മന്ത് ആവും. സോ അതിനും ഇതേ ഗൈഡ് ലൈൻ തന്നെയാണ്. അതായത് നോക്കിയാൽ നമ്മുടെ ആപ്പിൽ വരുന്ന ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. വീക്ക്ലി ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. സൂം ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ഫസ്റ്റ് ടു എൻഡ് ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ വീക്ക്ലി ക്വിസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുകൂടാതെ ഇതിലൊക്കെ ടോപ്പ് മാർക്കും നിങ്ങൾ നേടിയിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്താണ്, നിങ്ങൾ അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ആഴ്ചയും നിങ്ങൾ ചെയ്യുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താവും, പെർഫോമർ ഓഫ് ദ മന്ത് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ പെർഫോമർ ഓഫ് ദ മന്ത് ആകും, എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ. ഒന്ന്, നിങ്ങൾ ഈ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യും, നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യും. എക്സാം വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് നേടാനായിട്ട് കഴിയും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. രണ്ടാമത്തേത്, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ പ്രൈസുകൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പറഞ്ഞല്ലോ, കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും, അതായത് ഈ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി പെർഫോമർ പറഞ്ഞു അല്ലെ, ആ വീക്ക്ലി പെർഫോമറിൽ ടോപ്പ് ആയിട്ട് ഈ പറയുന്ന എക്സാം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടോപ്പ് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പ് സ്കോർ നേടുന്നവരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ 4 ആഴ്ച നമ്മൾ നടത്തിയ ഈ പറഞ്ഞ ക്വിസ്, ഈ കാര്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എല്ലാത്തിലും ടോപ്പ് ആയിട്ട് വരികയാണെങ്കിൽ അതിൽ ആദ്യത്തെ 3 റാങ്കുകാർക്കാണ് ഈ റിവാർഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് റാങ്ക് 4 ആഴ്ചയിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ പെർഫോമർ ഓഫ് ദ മന്തിന് വേണ്ടി എടുക്കുക. അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് വരുന്നവർക്ക് 1000 rupees പ്ലസ് നമ്മുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. സെക്കൻഡ് റാങ്ക് നേടുന്ന കുട്ടികൾക്ക് 500 rupees ആണ് ക്യാഷ് പ്രൈസ് ആയിട്ട് വരിക, പ്ലസ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. തേർഡ് റാങ്ക് നേടുന്ന കുട്ടിക്ക് എന്താണ്, 300 രൂപ ക്യാഷ് പ്രൈസും
പിന്നെ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുകൂടാതെ നോക്കിയേ ടോപ്പ് 10 പെർഫോമേഴ്സിന് ബോണസ് ആയിട്ട് എന്താണ് സർപ്രൈസ് റിവാർഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ഒരു ദിവസം സൂം ലൈവ് അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോയാൽ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് താഴേക്ക് പോകും. യൂട്യൂബ് ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ എന്താണ് ഒരു മാർക്ക് താഴേക്ക് പോകാം. അതുപോലെ നമ്മുടെ വീക്ക്ലി ടെസ്റ്റ്, അതുപോലെ നമ്മുടെ ക്വിസ് ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് താഴേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് ഒരു മന്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി ബേസിസിൽ ഈ പറയുന്ന ക്യാഷ് പ്രൈസ് 1000 രൂപ, 500 രൂപ, 300 രൂപ കൊടുക്കുന്നതായിരിക്കും. ഇത് ഓർക്കുക, ഒരു മാസം മാത്രമല്ല എല്ലാ മാസവും. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കോഴ്സ് ഫീസ് നിങ്ങൾ മേ ബി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ക്യാഷ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസ് ആണ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ്. സോ നിങ്ങളിത് ഉറപ്പായിട്ട് വിനിയോഗിക്കുക. ഇതിനേക്കാളേറെ എന്താണ് നമുക്ക് വരുന്ന എക്സാമിൽ ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ടുള്ള ഒരു ചവിട്ട് പടിയായിട്ട് കൂടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കുക. അതായത് നമ്മുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് പ്രൈസ് സമ്മാനം മാത്രമല്ല, അൾട്ടിമേറ്റ് നമുക്ക് ഒരു സക്സസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.